നമസ്കാരം. പതിരും കതിരും. പണ്ടൊരമ്മാവൻ പടിപ്പുര കെട്ടിച്ചു, കുളം വെട്ടിച്ചു, നെൽപ്പുരകൾ നിറച്ചു. മുത്തശ്ശിമാർ വിശേഷിപ്പിച്ചു, പടിപ്പുര കെട്ടിയ അമ്മാവൻ, വെട്ടാക്കുളം വെട്ടിയ അമ്മാവൻ, ശരപ്പൊളിമാല പണിതു തന്ന അമ്മാവൻ, സാധുക്കളെ ഊട്ടിയ അമ്മാവൻ. വയസ്സുകാലത്ത് അമ്മാവൻ്റെ കൈകൾ വിറച്ചു, കയ്യിൽ നിന്നും എണ്ണഭരണി താഴെ വീണ് പൊട്ടി. അന്നു മുതൽ ഇന്നേ വരെ ആ അമ്മാവൻ ഭരണി പൊട്ടിച്ച അമ്മാവനെന്നറിയപ്പെട്ടു. അവസാനത്തെ കൈപ്പിഴയിലൂടെ പേരിലാകും നിങ്ങൾ ഓർമ്മിക്കപ്പെടുക എന്ന ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത് എഴുത്തുകാരിയായ എസ് ശാരദക്കുട്ടിയാണ്. ശാരദ പറഞ്ഞ ഈ കഥയിലെ അമ്മാവന് 81 വയസ്സുണ്ട്. ശാരദ പറഞ്ഞപ്പോഴാണ് കൈക്ക് വിറയിലുണ്ടെന്ന് മനസ്സിലായത്. അമ്മാവൻ പുരകെട്ടി വരമ്പ് കോരി ജീവജാലങ്ങളെ ഊട്ടി. പക്ഷേ ശർക്കരക്കുടം എവിടെ കണ്ടാലും കൈയിട്ട് നക്കുമായിരുന്നു ഈ അമ്മാവൻ. ഭഗവാന്റെ സ്വർണ്ണവാതിൽ പൊളിച്ചതും സഹകരണ ബാങ്ക് കട്ടതും രക്തസാക്ഷി ഫണ്ട് കട്ടതും അമ്മാവൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തവന്മാരെ തൽക്ഷണം ശിക്ഷിക്കണമായിരുന്നു. അമ്മാവൻ്റെ കയ്യിൽ നിന്നും നെയ്ക്കുടം വീണ് ഉടയും വരെ ശേഷക്കാരും പുറംപണിക്കാരും ഒന്നും അറിഞ്ഞില്ലെന്ന് മാത്രം. അമ്മാവൻ എവിടെയൊക്കെ കുടം പൊട്ടിച്ചെന്ന് നാട്ടുകാർക്കറിയാം. നെയ്ക്കുടം മുടഞ്ഞാൽ നായയ്ക്ക് വിരുന്ന എന്ന് പറഞ്ഞതുപോലെ ചുറ്റിനും നിന്നവരൊക്കെ കരുതിയത് കുടമുടഞ്ഞാൽ എന്താ നമുക്ക് നക്കാം എന്നായിരുന്നു. അമ്മാവൻ്റെ കോണകവാൽ വരെ പരിശുദ്ധമാണെന്ന് കരുതി നടക്കുന്ന ശാരദക്കുട്ടിയെപ്പോലെയുള്ള എഴുത്തുകാരുടെ തലയിൽ വെളിച്ചം കടക്കാത്തത് ആരുടെ കുഴപ്പമാണ്? താഴെ വന്നേയുള്ളൂ സമ്മാനമെന്ന വലിയ പാഠം അമ്മാവനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരാളും ഉണ്ടായില്ല. ഈ ശാരദക്കുട്ടി വല്ലാതെ കൊതിച്ചുപോയി. അമ്മാവൻ വീണ്ടും വരുമെന്നും തനിക്കും എന്തെങ്കിലുമൊക്കെ തരുമെന്നും കരുതിപ്പോയി. അമ്പിളി അമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട് എന്ന് നോക്കിയിരുന്നു. മനുഷ്യജീവിതത്തെ ഇത്രയേറെ പുച്ഛിക്കുകയും വില കുറച്ച് കാണുകയും ഭരണലഹരിയിൽ അഹങ്കാരിയാവുകയും ചെയ്ത ഒരു കാർന്നോര് വേറെ എവിടെയുണ്ട്? ആ തിരുവാതിര സംഘം പാടിയതുപോലെ രാജ്യമെങ്ങും ശോഭിക്കുകയാണല്ലോ ഇന്ന് ഈ പാർട്ടി. വിറയ്ക്കുന്ന കൈകളുള്ള അമ്മാവൻ തന്നെ പിന്നെയും വന്നാൽ എത്ര ഭരണി കൂടി ഉടയ്ക്കും? വിറയിലുള്ള വിപ്ലവകാരി വീട്ടിലിരിക്കട്ടെ. നമുക്ക് നിത്യവും ഓരോ കോടിമുണ്ട് കൊടുത്ത് അമ്മാവൻ്റെ അനുഗ്രഹം വാങ്ങാം. PR-കാരുടെ സംവിധാനത്തിലല്ലാതെ നന്മ എന്ന സാധനം 7 അയലത്തു കൂടി പോകാത്ത ഒരു മനുഷ്യനെ ഇങ്ങനെ വാഴ്ത്തിയും ഉലക നായകനാക്കി പൊക്കിയും സിംഹാസനത്തിലിരുത്തിയും വെഞ്ചാമരം വീശിക്കൊടുത്തും ഇവിടുത്തെ കുറേ ബുദ്ധിജീവികളും സാംസ്കാരിക ആഭാസന്മാരും കവികളും ജീവിച്ചു വന്നു. അവരൊക്കെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ട് നിറഞ്ഞു. പൊട്ടക്കാവ്യങ്ങൾ ചമച്ച ദുഷ്ടക്കവിക്കൂട്ടം നശിക്കണേ എന്ന് കവി പാടിയിട്ടുണ്ട്. അത്തരം പൊട്ടകൾ പോലും സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തിണ്ണ നിരങ്ങി പലതും നേടി. ഇപ്പോൾ സകലതും കരച്ചിലോട് കരച്ചിലാണ്. NS മാധവൻ എന്ന എഴുത്തുകാരൻ എന്നു മുതൽക്കാണ് ജ്യോതിഷഭൂഷണം NS മാധവ പണിക്കരായത്. ആ എഴുത്ത് ജ്യോത്സ്യൻ പ്രവചിച്ചത് പിണറായിക്ക് 75-ലധികം സീറ്റിൽ വിജയമുണ്ടാകുമെന്നാണ്. എന്നിട്ട് വേണം മാധവന് MA ധവാനായി സാഹിത്യ അക്കാദമിയിൽ ഒരു കസേര വലിച്ചിട്ടിരിക്കാൻ. ഈ നാടിൻ്റെ മനസ്സ് ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ കാണുന്ന കുറേ എഴുത്തുകാരുണ്ട് ഇവിടെ. അവർക്ക് നാടിൻ്റെ പൾസ് നല്ലതുപോലെ അറിയാം. അവരാണ് നമ്മുടെ ഭാഗ്യം. നിരാശാഭരിതരായ അണികൾക്കായി ഇത്തരം സാരോപദേശ കഥകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കൂ ശാരദക്കുട്ടി. അമ്മാവൻ്റെ തിരുവാതിര സംഘം കരച്ചിലോട് കരച്ചിലാണ്. അവർക്ക് വേണ്ടി കൂടി ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട കഥ പറഞ്ഞു കൊടുക്കൂ. തിരുവാതിര പുഴുക്ക് എന്നൊരു സാധനമുണ്ടല്ലോ. തിരുവാതിര കളിച്ചവരെ വിളിച്ച് ഒരു കഷണം പുഴുക്ക് കൂടി കൊടുത്തിട്ടേ അമ്മാവൻ യാത്ര പറയാവൂ. അമ്മാവൻ്റെ ഉരുള കഴിച്ച എഴുത്തുകാരുടെ സങ്കടം കാണുമ്പോൾ UDF അങ്ങ് തോറ്റാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതേ വഴിയിലാണ് ഇവിടുത്തെ കഥയെഴുത്തുകാരും കവികളും ബുദ്ധിജീവികളും. മനുഷ്യവർഗവുമായി യാതൊരു ബന്ധവുമില്ല. എഴുതി കൂട്ടുന്ന ഒന്നും മനുഷ്യനെ സ്പർശിക്കുന്നതുമല്ല. ഞാൻ ഈ കാട്ടിലൂടെ നടന്നാൽ കാടൻ്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞ ചെറുകാടിനെ ഓർത്തുപോയി. ഇത്തരം അവസരവാദികളും ഭരണക്കൂറുകാരുമായ എഴുത്തുകാരുടെ പിന്നാലെ കാടെന്നല്ല ഒരു കാടനും കൊതുകും പോലും പോകില്ല. മന്ത്രിയായിരുന്ന P രാജീവിന് വേണ്ടി എത്രയെത്ര എഴുത്തുകാരാണ് കളമശ്ശേരിയിലേക്ക് വണ്ടി കയറിയത്. KR മീര എവിടെ പ്രസംഗിച്ചാലും ആ സ്ഥാനാർത്ഥി ജയിക്കുന്നതാണല്ലോ പതിവ്. നിലമ്പൂരിൽ ചെന്ന് മീര ഒരു പ്രസംഗം പ്രസംഗിച്ചു. നിലമ്പൂരുകാർ അപ്പോൾ തന്നെ സ്വരാജിനെ ജയിപ്പിച്ച് മീരയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. KR മീരയുടെ പ്രസംഗത്താൽ കളമേശ്ശേരിക്കാർ രാജീവിനെ വൻ ഭൂരിപക്ഷത്തിലാണല്ലോ ജയിപ്പിച്ച് കളഞ്ഞത്. KR മീര ഉള്ളതുകൊണ്ട് മാത്രം സംഭവിച്ചതാണത്. അശോകൻ ചരിവിലും ബെന്യാമിനും കൂടി പ്രസംഗിച്ചാൽ പിന്നെ എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ ഒന്നും ഉണ്ടാകില്ല. കാരായി രാജൻ എന്ന കൊലക്കേസിലെ പ്രതി യേശു ക്രിസ്തുവിനെ പോലെയാണെന്ന് പറഞ്ഞ മുതലാണ് ഈ ഇടത്തോട്ട് ചരിഞ്ഞ അശോകൻ.
കാട്ടാക്കട മുരുകൻ്റെ പാട്ട് അണികൾ ഏറ്റെടുത്ത് വെച്ചത് നോക്കിയാൽ ഈ കേരളമാകെ CPM തൂത്തുവാരേണ്ടതാണ്. ഒരു സംശയമുള്ളത്, ഇവരുടെ റോഡ് ഷോയുടെ പിന്നിൽ നിരക്കുന്ന കൊടിവീശൽ സംഘവും ആൾക്കാരും പക്കമേളക്കാരുമെല്ലാം എവിടെ നിന്ന് വന്ന മനുഷ്യരാണ്? ഏതെങ്കിലും CPM സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ കണ്ടാൽ അവർ തോൽക്കാൻ പോകുന്നവരാണെന്ന് ആരെങ്കിലും കരുതുമോ? ചുരുക്കി പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന നിഴലിനെ പോലും ഇവർക്ക് വിശ്വസിക്കാൻ കഴിയാതായി. കാലുവാരിൽ കലയാക്കി മാറ്റിയ കോൺഗ്രസ്സുകാരെ പോലും ഇവർ മലർത്തി അടിച്ചു കളഞ്ഞു. ഇങ്ങനൊരു മൂഢസ്വർഗത്തിൻ്റെ അവകാശികളായി മാറിപ്പോയല്ലോ ഈ നാട്ടിലെ മാർക്സിസ്റ്റ് നേതാക്കളും പണ്ഡിതന്മാരായ ബുദ്ധിജീവികളും എഴുത്തുകാരുമെല്ലാം. നാളെ മുതൽ വെളിച്ചം കണ്ടാലും നിഴല് കണ്ടാലും ഈ എഴുത്തുവർഗം മേപ്പോട്ട് നോക്കി നിന്ന് കൊരയോടെ കൊരയായിരിക്കും.